ഹായ് ഫ്രണ്ട്സ്, താരൂസ് ആർട്ട് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് എൻഡ്സ് ആണ്, മുടിയുടെ. അതായത് മുടിയുടെ തട്ടം പിളരൽ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വെട്ടാതെ എങ്ങനെയായാലും നമുക്ക് മുടി വളർത്താൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും നന്നായിട്ട് സങ്കടപ്പെടുന്നൊരു ടൈമാണത്. മുടി വെട്ടണമല്ലോ, കുറച്ചൊന്ന് മുടി വളർത്തി വരുമ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് വന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യുമ്പോൾ വീണ്ടും പഴയ ആ ഒരു ലെങ്ത്തിൽ തന്നെ ആവുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മുടി വെട്ടാതെ ആ സ്പ്ലിറ്റ് എൻഡ്സിനെ ഇല്ലാതാക്കാമെന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് മുടി വെട്ടാതെ എങ്ങനെയാണ് നമ്മുടെ മുടിയിലെ സ്പ്ലിറ്റ് എൻഡ്സ് ഒഴിവാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഈ സ്പ്ലിറ്റ് എൻഡ്സ് വരാൻ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ മുടി ഉണങ്ങാതെ കെട്ടി വയ്ക്കുക, അതുപോലെ തന്നെ മുടി നമ്മൾ തോർത്തുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഉരച്ചിട്ട് ഉണക്കത്തില്ലേ, ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യും. തോർത്തുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് വിടും. അപ്പോൾ അതുപോലെ തന്നെ തല്ലി ഉണക്കും. ചില ആൾക്കാർ നല്ല മുടി ഇങ്ങനെ തല്ലും. അപ്പോൾ അതുപോലെ തന്നെ കെമിക്കൽ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മുടിയിൽ ഇങ്ങനെയൊരു പ്രോബ്ലം വന്നപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് ഓയിലാണോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് നമ്മൾ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടിൽ നമ്മൾ മുടിയുടെ തുമ്പത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ ചെയ്യേണ്ടത് രാത്രി നമ്മൾ നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ തുമ്പത്ത് തേച്ചിട്ട് തല കെട്ടി വെച്ച് കിടക്കാം. പിറ്റേ ദിവസം നമ്മൾ കഴുകിക്കളയുക. ഇതൊരു 2 days നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. അടുത്തത് മറ്റൊന്നാണ്, നമ്മൾ മുടിയിൽ സ്പ്രേ ചെയ്യേണ്ട ഒരു വാട്ടറാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് കറിവേപ്പില എടുക്കുക. കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് തേയില, ഇത് 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരുന്ന തരത്തിൽ നന്നായിട്ട് തിളപ്പിക്കണം. അതിനുശേഷം ഈ വെള്ളം അരിച്ചെടുക്കുക. തണിഞ്ഞ ശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ അത് മുടിയിൽ കംപ്ലീറ്റ് നമുക്ക് സ്പ്രേ ചെയ്യാം. നമ്മുടെ മുടിയുടെ തുമ്പത്തൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് മുടി ഉണങ്ങിയ ശേഷം അത് കെട്ടി വെച്ചിട്ട് നൈറ്റ് കിടന്നുറങ്ങുക. ഇതും നമ്മളൊരു 2-3 ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മൾ ഹെയറിൻ്റെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഇങ്ങനത്തെ സ്പ്ലിറ്റ് എൻഡ്സ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, മുടി വെട്ടാൻ ഒരുപാട് മടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം. അതുപോലെ ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഹെയർ ഓയിലാണ്, താരക് ഹെയർ ഓയിൽ. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മുകളിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക.